തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സർക്കാരിനെയും CPM-നെയും പ്രതിരോധത്തിലാക്കുന്നതാണ് ED നടപടി. നോട്ടീസിന് പിന്നിൽ BJP-യുടെ രാഷ്ട്രീയ നീക്കമാണെന്നും കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ വെല്ലുവിളിയാണെന്നുമാണ് CPM നിലപാട്. എന്നാൽ ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള BJP-CPM ഡീലാണ് നോട്ടീസെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. കുടുംബാംഗങ്ങൾ അന്വേഷണ നിഴലിൽ വന്നിട്ടുണ്ടെങ്കിലും മുഖ്യമന്ത്രിക്ക് ED നേരിട്ട് നോട്ടീസ് അയക്കുന്നത് ഇതാദ്യം. അതുകൊണ്ട് തന്നെ പ്രതിരോധിക്കേണ്ട ബാധ്യത പാർട്ടിക്കും സർക്കാരിനുമുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്തെ പതിവ് ED പക എന്നാണ് CPM-ന്റെ വിമർശനം. BJP-യുടെ രാഷ്ട്രീയ കളിയെന്നും പിന്നിൽ കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ വെല്ലുവിളിയെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എല്ലാ തെരഞ്ഞെടുപ്പിലും വരാറുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്തുകൊണ്ടാണ് ഈ ED കടലാസൊന്നും അയക്കാതിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ കടലാസ് വന്നു എന്നുള്ളത് വ്യക്തമായി. ഇതെല്ലാം രാഷ്ട്രീയ കളിയല്ലേ. എന്നാൽ BJP-CPM ഡീൽ എന്നാണ് ED നോട്ടീസിൽ കോൺഗ്രസ് പ്രതികരണം. മുഖ്യമന്ത്രിയെയും CPM-നെയും ഭീഷണിപ്പെടുത്തി വിധേയരാക്കി BJP-യെ ജയിപ്പിക്കാനുള്ള ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കേരളത്തിൽ BJP-യെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പേടിപ്പിച്ച് CPM നേതൃത്വത്തെ പേടിപ്പിച്ചുണ്ടാക്കുന്ന ഒന്നല്ലാതെ ഞാൻ കൂടുതലൊന്നും ഇല്ല. നോട്ടീസ് തമാശയെന്നും ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ആസൂത്രിത നീക്കമെന്നുമായിരുന്നു KPCC പ്രസിഡന്റിന്റെ പ്രതികരണം. പ്രധാനപ്പെട്ട ശബരിമല ഇഷ്യൂവിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ബോധപൂർവമായ ഒരു ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ED നോട്ടീസ്. ശ്രദ്ധ തിരിക്കൽ അടവ് നയം മാത്രമായിട്ട് ഞങ്ങൾ അതിനെ കാണുന്നു. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ അവസാന ലാപ്പിൽ ED നോട്ടീസും പ്രധാന പ്രചാരണ വിഷയമാകുമെന്ന് ഉറപ്പ്. മീഡിയ 1 തിരുവനന്തപുരം.